ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് പ്രവൃത്തി, പവർ, ഊർജം എന്നുള്ളതാണ്. എന്തൊക്കെയാണ്? പ്രവൃത്തി, പവർ, ഊർജം എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക്. അതിൽ PSC സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ഏരിയയാണ് പാരമ്പര്യ ഊർജ സ്രോതസ്സുകളും പാരമ്പര്യേതര ഊർജ സ്രോതസ്സുകളും. തെറ്റിപ്പോകരുത്. പാരമ്പര്യ ഊർജ സ്രോതസ് എന്ന് പറഞ്ഞാൽ പാരമ്പര്യമായിട്ട് നമുക്ക് കിട്ടിയത്, അത്ര ആലോചിച്ചാൽ മതി. പാരമ്പര്യമായിട്ട് കിട്ടിയത്, നമ്മൾ ഉണ്ടാക്കിയല്ല, പാരമ്പര്യമായിട്ട് കിട്ടിയത്. അതായത് കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുന്നേ മണ്ണിനടിയിൽ അകപ്പെട്ട ജൈവാവശിഷ്ടങ്ങളിൽ നിന്നും സസ്യാവശിഷ്ടങ്ങളിൽ നിന്നും രൂപപ്പെട്ടവ ഫോസിൽ ഇന്ധനങ്ങളാണ് പാരമ്പര്യമായിട്ട് നമുക്ക് കിട്ടുന്നത് കേട്ടോ. പാരമ്പര്യേതരത്തിൽ പെടാത്തത്, പാരമ്പര്യമായി ഉൾപ്പെടുന്നത് എന്നൊക്കെ പറഞ്ഞ് തിരിച്ചും മറിച്ചൊക്കെ ചോദിക്കുമ്പോ എന്താണ്, നമുക്ക് ചെറിയൊരു കൺഫ്യൂഷൻ വരുമായിരിക്കും അല്ലെ? പക്ഷേ അതിന്റെ ആവശ്യമില്ല. പാരമ്പര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോസിൽ ഇന്ധനങ്ങൾ, അതിനകത്ത് പെട്രോളിയം ഇന്ധനങ്ങൾ, പെട്രോൾ, ഡീസല്, മണ്ണെണ്ണ, ടാറ്, LPG ഒക്കെ അതിനകത്ത് വരും കേട്ടോ. ഉപയോഗിച്ച് തീർന്നാൽ പുനഃസ്ഥാപിക്കാൻ കഴിയാത്തവ, പാരമ്പര്യമായിട്ട് കിട്ടുന്നത് പുനഃസ്ഥാപിക്കാൻ നമ്മളെ കൊണ്ട് കഴിയാത്തവയാണ്, നോൺ റിന്യൂവബിൾ ആണ് അല്ലെ. കൺവെൻഷണൽ ആയിട്ടുള്ള എനർജി സോഴ്സ് ആണ്, നോൺ റിന്യൂവബിൾ ആയിട്ടുള്ള എനർജി സോഴ്സ് ആണ് പാരമ്പര്യ ഊർജ സ്രോതസ് കേട്ടോ. ഇനി പാരമ്പര്യേതരയാണെങ്കിലോ നോൺ കൺവെൻഷണൽ എനർജി, റിന്യൂവബിൾ, നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നത്. ഓക്കെ, യെസ്. അതിൽ എന്തൊക്കെയാണ് എത്ര ഉപയോഗിച്ചാലും തീർന്നു പോവാത്തത്? സൗരോർജം. സൗരോർജം തീർന്നാൽ നമ്മൾ തീർന്നു എന്നുള്ളതാണ് അതിന്റെ അർത്ഥം അല്ലെ. സൗരോർജം, കാറ്റ്, തിരമാല, ഇതൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് പാരമ്പര്യേതരമായിട്ട് നമുക്ക് കിട്ടുന്നതാണ്, നമുക്ക് പുനഃസ്ഥാപിക്കാൻ കഴിയുന്നവയാണ്, എത്ര ഉപയോഗിച്ചാലും തീർന്ന് പോകാത്തവയാണ് അല്ലെ. സൗരോർജത്തെ വൈദ്യുതോർജമാക്കി മാറ്റുന്ന സംവിധാനമാണ് സോളാർ സെല്ല്. അവയുടെ നിരക്കാണ് സോളാർ പാനലുകൾ. കാറ്റിൽ നിന്നുള്ള ഊർജ്ജം, കാറ്റിൽ നിന്നുള്ള യാന്ത്രികോർജ്ജത്തെ പ്രയോജനപ്പെടുത്തി നമുക്ക് ആവശ്യമായ ഊർജ്ജ രൂപത്തിലേക്ക് മാറ്റിയെടുക്കുന്നു. ഇതൊക്കെ നമുക്കറിയാം അല്ലെ. കാറ്റ്, തിരമാല, സൗരോർജ്ജം, ഇതൊക്കെ അറിയാം. ഇവിടെ പെട്രോളിയം, ഡീസൽ, മണ്ണെണ്ണ, ടാറ്, LPG, കൽക്കരി, ഇതൊക്കെ അതിനകത്ത് വരും. ഓക്കെ, യെസ്, എല്ലാവർക്കും അറിയാം. എന്നാലും ഈ പുനഃസ്ഥാപിക്കാൻ കഴിയുന്നവ, കഴിയാത്തവ, പാരമ്പര്യം, പാരമ്പര്യേതരം, റിന്യൂവബിൾ, നോൺ റിന്യൂവബിൾ, ഇങ്ങനെ ചോദിച്ചാലൊന്നും മാറിപ്പോകരുതേ. കൺസെപ്റ്റ് മനസ്സിലാക്കി വെക്കുക. പാരമ്പര്യമായിട്ട് അപ്പനപ്പൂപ്പന്മാരുടെ ജൈവാവശിഷ്ടങ്ങളിൽ നിന്നേ നമുക്ക് കിട്ടിയതാണ്, ഒരിക്കലും നമുക്ക് ഉണ്ടാക്കാൻ പറ്റാത്തതാണ് പാരമ്പര്യം, നോൺ റിന്യൂവബിൾ, പുനഃസ്ഥാപിക്കാൻ കഴിയാത്തവ. ഓക്കെ, നേരെ തിരിച്ച് ഞാൻ പറഞ്ഞത്. സെറ്റ് അല്ലേ? യെസ്. ഓക്കെ, അപ്പൊ അത് പഠിച്ചു കഴിഞ്ഞാല് റിലാക്സ്. ദേശീയ ഊർജ സംരക്ഷണ ദിനം കമന്റ് ചെയ്ത് പൊള്ളിക്കുക. ദേശീയ ഊർജ സംരക്ഷണ ദിനമായി ആചരിക്കുന്നത് എന്നാണ് എന്ന് വിഷയം. ദേശീയ ഊർജ സംരക്ഷണ ദിനമായിട്ട് ആചരിക്കുന്നത് സിമ്പിൾ ആയിട്ട് കിട്ടും നമുക്ക്. ഡിസംബർ 14 അല്ലെ, ഡിസംബർ 14 എന്ന് കിട്ടും. ഊർജ സംരക്ഷണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. CRT വായിച്ചിട്ടാണ് നിങ്ങൾ വരുന്നത്. നാളത്തേക്ക് നിങ്ങൾ പഠിക്കുമായിരിക്കും, ഇന്ന് നിങ്ങൾ വായിച്ചിട്ടാണ് വരുന്നത് അല്ലെ. വായിച്ചിട്ട് വരണേ. ഊർജ സംരക്ഷണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാല് ആരാണ് ഊർജ സംരക്ഷണത്തിന്റെ പിതാവ്? യെസ്, ഊർജ സംരക്ഷണത്തിന്റെ പിതാവ് ആർതർ റോസൻഫെൽഡ് ആണ് എന്ന് നോട്ട് ചെയ്തു വെക്കാം കേട്ടോ. യെസ്, ഓക്കെ. ഊർജ സംരക്ഷണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആർതർ റോസൻഫെൽഡ് എന്ന് നോട്ട് ചെയ്തു വെക്കാം. ആൻസർ ബി ആണ് കേട്ടോ, തെറ്റിപ്പോകരുതേ. യെസ്, നോട്ട് ചെയ്തു വെക്കാം. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. എനർജി എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചത് തോമസ് യങ് ആണ്. ഊർജ സമവാക്യം ആവിഷ്കരിച്ചത് ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ്. ഊർജത്തെ നിർമ്മിക്കാനോ നശിപ്പിക്കാനോ സാധ്യമല്ല എന്ന ഒന്നാം നിയമം ആവിഷ്കരിച്ചത് ജൂലിയസ് മേയർ ആണ്. ആണോ? ഇതിൽ ഏതൊക്കെയാണ് ശരിയായ പ്രസ്താവനകൾ? ഇതിൽ ശരിയായ പ്രസ്താവനകൾ CRT നന്നായിട്ട് ഡീപ്പായിട്ട് വായിക്കണം. അതിനകത്ത് ഇങ്ങനെ വരയിട്ടതൊക്കെ അത് പിള്ളേർക്കുള്ളതാണ് എന്ന് പറഞ്ഞു വിടാതെ എന്ത് ചെയ്യുക, വായിക്കുക, പഠിക്കുക. ഓക്കെ, യെസ്. ഇതിൽ ഏതാ ആൻസർ? താഴെ പറയുന്നവയിൽ ശരിയായത് ഏതെന്നുള്ളതാണ് ചോദ്യം. എല്ലാം ശരിയാണ് കേട്ടോ, എല്ലാം ശരിയാണ് എന്നുള്ളതാണ് ആൻസർ. എനർജി എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചത് തോമസ് യങ് ആണ്. സമവാക്യം ആവിഷ്കരിച്ചത് ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ്. ഊർജം നിർമ്മിക്കാനോ നശിപ്പിക്കാനോ സാധ്യമല്ല എന്ന ഒന്നാം നിയമം ആവിഷ്കരിച്ചത് അത് ജൂലിയസ് മേയർ ആണ്. എല്ലാം ശരിയാണ് കേട്ടോ. യെസ്, അത് മനസ്സിലാക്കി തന്നെ പോവാം കേട്ടോ. അപ്പൊ ഊർജ സംരക്ഷണ നിയമം എന്നാണ് ചോദിച്ചു കഴിഞ്ഞാൽ, ദേശീയ ഊർജ സംരക്ഷണ ദിനം എന്നാണ് ചോദിച്ചു കഴിഞ്ഞാൽ
കമന്റ് ചെയ്യൂ. ദേശീയ ഊർജ സംരക്ഷണ ദിനം ഡിസംബർ 14 അല്ലെ. ഊർജ സംരക്ഷണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് എന്ന് നമ്മൾ പഠിച്ചു. ഊർജ സംരക്ഷണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർതർ റോസൻഫെൽഡ് എന്ന പോയിന്റ് എന്ത് ചെയ്യാം, നോട്ട് ചെയ്തു വെക്കാം കേട്ടോ. ആർതർ റോസൻഫെൽഡ് എന്ന് പഠിച്ചു വെക്കാം. യെസ്. പിന്നെ എനർജി എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചത് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തോമസ് യങ് ആണ്. യെസ്, ആർതർ റോസൻഫെൽഡ് ആണ് ഊർജ സംരക്ഷണത്തിന്റെ പിതാവ് എന്നുള്ളത് തെറ്റായിട്ട് പഠിക്കാം കേട്ടോ. ഷുവർ. ഓക്കെ, തെറ്റാതെ പഠിക്കാം, തെറ്റായിട്ടല്ല, തെറ്റാതെ പഠിക്കാം. ഇനി യാന്ത്രികോർജം, നമുക്കറിയാം പല തരത്തിലുള്ള ഊർജങ്ങളുണ്ട്. ഇതെല്ലാം കൂടി ഞാൻ ഇവിടെ പറയുന്നില്ല. വൈദ്യുതോർജമോ ഇന്ധനങ്ങൾ കത്തുമ്പോൾ ഉണ്ടാവുന്ന ഊർജമോ എഞ്ചിൻ പ്രവർത്തിക്കുന്നതിനും അതുവഴി യന്ത്രങ്ങളുടെ ഭാഗം ചലിപ്പിക്കുന്നതിനും കാരണമാകുന്നു. ഓക്കെ, വൈദ്യുതോർജമോ ഒന്നെങ്കിൽ ഇലക്ട്രിസിറ്റി ഉപയോഗിച്ച്, ഇപ്പൊ ട്രെയിനൊക്കെ അങ്ങനെയാണല്ലേ, ഇലക്ട്രിസിറ്റി ഉപയോഗിച്ച് ഓടും, ഇല്ലെങ്കിൽ നമ്മുടെ ഇന്ധനം കത്തുമ്പോഴുണ്ടാവുന്ന ഊർജം വഴിയാണ് ഈ പറയുന്ന അതിന്റെ ഈ എഞ്ചിൻ പ്രവർത്തിക്കുന്നത്. എഞ്ചിൻ പ്രവർത്തിക്കുമ്പോഴാണ് പിന്നെ അതെന്ത് ചെയ്യുന്നത്, ആ വാഹനം ചലിക്കുന്നത് കേട്ടോ. അപ്പൊ യന്ത്രങ്ങളുടെ പ്രവർത്തനം, ഓക്കെ, യെസ്, പോളിടെക്നിക് ഒന്നും പഠിച്ചിട്ടില്ല, അതുകൊണ്ട് യന്ത്രങ്ങളുടെ പ്രവർത്തനം ഒന്നും അറിയില്ലെങ്കിൽ ഇത് നമ്മൾ പഠിച്ചു വെക്കണം. യന്ത്രങ്ങളുടെ പ്രവർത്തനത്തിലൂടെ യാന്ത്രികോർജമാണ് വാഹനത്തെ ചലിപ്പിക്കുന്നത്. അപ്പോ ഒന്നെങ്കിൽ വൈദ്യുതി എന്ത് ചെയ്യുന്നു, യാന്ത്രികോർജമായിട്ട് എന്ത് ചെയ്യുന്നു, വാഹനങ്ങളെ ചലിക്കുന്നു. അതല്ലെങ്കിൽ ഇന്ധനങ്ങൾ കത്തുമ്പോഴുണ്ടാവുന്ന ഊർജം, ഓക്കെ, രാസോർജം, അതെന്താവുന്നു, യാന്ത്രികോർജമായിട്ട് മാറിയിട്ടാണ് വാഹനങ്ങൾ എന്ത് ചെയ്യുന്നത്, യെസ്, വാഹനങ്ങളെ പിന്നെ പ്രവർത്തിക്കുന്നത് കേട്ടോ. വാഹനങ്ങളുടെ എഞ്ചിൻ പ്രവർത്തിക്കുന്നത് എന്ന് മനസ്സിലാക്കി വെക്കാം കേട്ടോ. അപ്പൊ വൈദ്യുതോർജമോ ഇന്ധനങ്ങൾ കത്തുമ്പോൾ ഉണ്ടാവുന്ന ഊർജമോ എഞ്ചിൻ പ്രവർത്തിക്കുന്നതിനും അതുവഴി യന്ത്രഭാഗങ്ങൾ ചലിക്കുന്നതിനും കാരണമാവുന്നു. യന്ത്രങ്ങളുടെ പ്രവർത്തനത്തിലൂടെയാണ് യാന്ത്രികോർജം വാഹനങ്ങളെ ചലിപ്പിക്കുന്നത്. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഇനി രാസോർജം, പദാർത്ഥങ്ങളിൽ അടങ്ങിയിരിക്കുന്ന ഊർജമാണ് രാസോർജം. പ്രകാശ സംശ്ലേഷണം വഴി സസ്യങ്ങൾ സൗരോർജത്തെ രാസോർജമാക്കി മാറ്റുന്നു. അപ്പൊ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്, പദാർത്ഥങ്ങളിൽ അടങ്ങിയിരിക്കുന്ന ഊർജം ഏതാ, പദാർത്ഥങ്ങളിൽ അടങ്ങിയിരിക്കുന്ന ഊർജം രാസോർജമാണ്. പ്രകാശ സംശ്ലേഷണം വഴി സസ്യങ്ങൾ സൗരോർജത്തെ രാസോർജമാക്കി മാറ്റുന്നു. ഇങ്ങനെ സംഭരിക്കപ്പെടുന്ന രാസോർജം ആഹാര പദാർത്ഥങ്ങളിലൂടെ ജീവികളിൽ എത്തുന്നു. വിറക് കത്തുമ്പോൾ ലഭിക്കുന്ന സസ്യഭാഗങ്ങളിൽ നിന്ന് സംഭരിക്കപ്പെട്ട രാസോർജമാണ് എന്ന് മനസ്സിലാക്കി വെക്കാം. നമ്മൾ കഴിക്കുമ്പോൾ നമുക്കത് കിട്ടും, ഇല്ലെങ്കിൽ വിറക് കത്തുമ്പോൾ കിട്ടുന്നതും രാസോർജമാണ് എന്ന് പഠിച്ചു വെക്കാം. വിറക് കത്തുക എന്ന് പറയുന്നത് എന്താണ്, ശരിക്കും ഇവിടെ സംഭരിച്ചു വെച്ചിരിക്കുന്ന ഊർജം സ്വതന്ത്രമാക്കുകയാണ്, രാസോർജം സ്വതന്ത്രമാക്കുകയാണ് കേട്ടോ. യെസ്, അപ്പൊ അതൊക്കെ എന്ത് ചെയ്യാം, മനസ്സിലാക്കി വെക്കാം. അങ്ങനെ ഊർജങ്ങളുണ്ട്, ഒരുപാട് മേഖലകളിലുള്ള ഊർജങ്ങൾ പഠിക്കണം. അപ്പൊ വാഹനങ്ങളിൽ ഉള്ളത് യാന്ത്രികോർജത്തിന്റെ പ്രവർത്തനമാണ്. രാസോർജം ചെടികളിൽ അല്ലെങ്കിൽ സസ്യങ്ങളിൽ സൂക്ഷിച്ചു വെക്കുന്നത് രാസോർജമാണ് എന്നും മനസ്സിലാക്കി വെക്കാം കേട്ടോ. ഇനി രാസമാറ്റം, അതുപോലെ തന്നെ ഭൗതിക മാറ്റം, ഇത് എപ്പോഴും PSC ചോദിക്കാറുള്ള ഒരു ഏരിയയാണ്. പദാർത്ഥങ്ങൾ ഊർജം സ്വീകരിക്കുകയോ പുറത്തുവിടുകയോ ചെയ്ത് പുതിയ പദാർത്ഥങ്ങളായി മാറുന്ന പ്രക്രിയയാണ് രാസമാറ്റങ്ങൾ. ഒരു പദാർത്ഥം ഊർജത്തെ സ്വീകരിക്കുകയോ പുറത്തേക്ക് വിടുകയോ ചെയ്തിട്ട് പുതിയ പദാർത്ഥങ്ങളായിട്ട് മാറുന്ന പ്രവർത്തനമാണ് എന്ത്, രാസമാറ്റം. രാസമാറ്റങ്ങൾ സ്ഥിരമാറ്റമാണ്, പിന്നെ തിരിച്ചു വരില്ല. സ്ഥിരമാറ്റമാണ് രാസമാറ്റം. എന്താണ്, പദാർത്ഥങ്ങൾ ഊർജത്തെ സ്വീകരിക്കുകയോ അല്ലെങ്കിൽ പുറത്തേക്ക് വിടുകയോ ചെയ്ത് പുതിയ പദാർത്ഥങ്ങളായി മാറുന്നതാണ് എന്ത്, രാസമാറ്റങ്ങൾ എന്ന് പഠിച്ചു വെക്കാം. രാസമാറ്റങ്ങൾ സ്ഥിരമായ മാറ്റമാണ്. പഞ്ചസാര ചൂടാക്കുന്നു, പഞ്ചസാര ചൂടാക്കി കഴിഞ്ഞാൽ പിന്നെ ഒറിജിനൽ പഞ്ചസാരയായിട്ട് ജന്മത്തിൽ നമുക്ക് തിരിച്ചു കിട്ടൂല, രാസമാറ്റമാണ്. എക്സ്റേ ഫിലിം നിറം മാറുന്നു, ഓക്കെ, ഇരുമ്പ് തുരുമ്പിക്കുന്നു, തുരുമ്പ് ഇരുമ്പിക്കുന്നു എന്നൊന്നും പഠിക്കരുത് ആരും. തുരുമ്പ് ഇരുമ്പിക്കുന്നു അല്ല, ഇരുമ്പ് തുരുമ്പിക്കുന്നു. അതുപോലെ തന്നെ ഫിലിം, എക്സ്റേയുടെ ഫിലിമിന്റെ നിറം മാറുന്നു, പഞ്ചസാര ചൂടാക്കുന്നു. ഇതൊക്കെ മാറി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു കിട്ടൂല, സ്ഥിരമാറ്റമാണ്, രാസമാറ്റമാണ്. ഊർജം സ്വീകരിക്കുകയോ പുറന്തള്ളുകയോ ചെയ്തു കഴിഞ്ഞാൽ പദാർത്ഥത്തിന് വരുന്ന മാറ്റമാണ് രാസമാറ്റം, സ്ഥിരമാറ്റം. സെറ്റ്. ഓക്കെ. ഇനി അവസ്ഥ, ആകൃതി, വലിപ്പം എന്നീ ഭൗതിക ഗുണങ്ങളിൽ വരുന്ന മാറ്റമാണ് ഭൗതിക മാറ്റങ്ങൾ. ഇവിടെ പുതിയ പദാർത്ഥങ്ങൾ സൃഷ്ടിക്കുന്നില്ല, അത് ഒരു രൂപത്തിൽ നിന്ന് മറ്റൊരു രൂപത്തിലേക്ക് മാറുന്നേ ഉള്ളൂ. മെഴുകുരുകുന്നു, PVC പൈപ്പ് ചൂടാക്കുന്നു, ജലം ഐസാകുന്നു, ഇവിടെയൊക്കെ നടക്കുന്നത് ഭൗതിക മാറ്റമാണ്. കൂടുതൽ സമയം കളയേണ്ടതില്ല, അറിയാം.
ഓക്കെ, യെസ്. അങ്ങനെയാണെങ്കിൽ ഊർജം അളക്കുന്ന യൂണിറ്റ് ഏതാണ്? പറയൂ, ഊർജം അളക്കുന്ന യൂണിറ്റ് ഏതാണ്? ഭൗതികമാറ്റവും രാസമാറ്റവും ഒക്കെയാണ്. ഊർജം അളക്കുന്ന യൂണിറ്റ് ഏതാണ് എന്ന് വിഷയം. യെസ്, എന്താ സംശയം അല്ലെ? സിമ്പിൾ ആയിട്ടുള്ള ചോദ്യം. ജൂളാണ് ഊർജം അളക്കുന്ന യൂണിറ്റ് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജൂളെ എന്ന് പഠിച്ചു. ഓക്കെ, താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായത് ഏതെല്ലാം? ഊർജത്തെ കുറിച്ച്, ഭൗതികമാറ്റം, രാസമാറ്റത്തെ കുറിച്ച്, യെസ്, പിന്നെ ഊർജ പരിവർത്തനങ്ങളെ കുറിച്ചൊക്കെ ഒരു രൂപം കിട്ടിക്കഴിഞ്ഞാൽ അതിനകത്തുള്ള PSC ചോദ്യങ്ങളൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്തു പോകാം. പദാർത്ഥങ്ങളുടെ അവസ്ഥാ മാറ്റത്തിന് കാരണമായ ഊർജമാണ് രാസോർജം. എല്ലാ വസ്തുക്കളിലും അടങ്ങിയിരിക്കുന്ന ഊർജ രൂപമാണ് രാസോർജം. ഊർജം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ജേക്കബ്സ് യങ് ആണ്. ആൻസർ ഏതാണ്? ആൻസർ ഏതാണ്? പദാർത്ഥങ്ങളുടെ അവസ്ഥ. ഇപ്പൊ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? വെള്ളം, ഐസ്, അതുപോലെ തന്നെ നീരാവി എടുത്താൽ മതി. അവിടെ രാസോർജമാണോ ഈ പദാർത്ഥത്തിന്റെ മാറ്റത്തിന് കാരണം? അല്ല. എന്താണ്? താപോർജമാണ് കേട്ടോ, താപോർജമാണ്. തെറ്റായ ഞാൻ ചോദിച്ചിരിക്കുന്നത് പദാർത്ഥങ്ങളുടെ അവസ്ഥാ മാറ്റത്തിന് കാരണം എന്താണ്? കാരണമായ ഊർജം താപോർജമാണ്. അതായത് താപം സ്വീകരിക്കുന്നു, പുറത്തു വിടുന്നു എന്നതിനനുസരിച്ചാണ് പദാർത്ഥങ്ങളുടെ മാറ്റം ഉണ്ടാവുന്നത്. ഓക്കെ, എല്ലാ വസ്തുക്കളിലും അടങ്ങിയിരിക്കുന്ന ഊർജ രൂപം ഏതാണ്? രാസോർജം. അത് ശരിയാണ്. ഓക്കെ, രാസോർജമാണ്. ഊർജം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ജേക്കബ്സ് യങ് ആണോ? അല്ല, തോമസ് യങ് ആണ്. അനിയനെന്ന് തോന്നുന്നു. ഊർജം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആരാണ്? തോമസ് യങ് ആണ്. പദാർത്ഥങ്ങളുടെ അവസ്ഥ പരിവർത്തനത്തിന് കാരണമായ ഊർജം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ താപോർജമാണ് എന്ന് പഠിച്ചു വെക്കാം. സെറ്റ് അല്ലേ? യെസ്, ഓക്കെ അല്ലേ? മനസ്സിലാവുന്നില്ലേ? 9 മണി അല്ലാത്തതുകൊണ്ടാണോ കുറച്ചു പേര് മുങ്ങിയെന്ന്? യെസ്, ആളുകൾ ഒരു 15 പേര് കോഴ്സിലേക്ക് കൂടിയിട്ടേ എണ്ണം കുറവാൻ കാരണം. യെസ്, അപ്പൊ അതേ മനസ്സിലാക്കി വെക്കണേ, കൃത്യമായി മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അടുത്തത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ രാസമാറ്റത്തിന് ഉദാഹരണം അല്ലാത്തത് ഏതാണ്? രാസമാറ്റത്തിന് ഉദാഹരണം അല്ലാത്തത് ഏതാണ്? താഴെ തന്നിരിക്കുന്നവയിലെ രാസമാറ്റത്തിന് ഉദാഹരണം അല്ലാത്തത് ഏതൊക്കെ എന്ന് വിഷയം. ഇത് കാണുന്നില്ല, ഓപ്ഷൻസ് കാണുന്നെങ്കിൽ. യെസ്, രാസമാറ്റത്തിന് ഉദാഹരണം അല്ലാത്തത്. മാങ്ങ പഴുക്കുന്നു. പഴുത്ത മാങ്ങ പിന്നെ പച്ചയാവോ? ഇല്ല. അപ്പോ എന്താണ്? സ്ഥിരമാറ്റമാണ് അല്ലെ? ഉദാഹരണമാണ്. ഉദാഹരണം അല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. എക്സ്റേ ഫിലിം നിറമാറുന്നു, രാസമാറ്റമാണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. മാങ്ങ പഴുത്തത് പിന്നെ ഒരിക്കലും എന്തില്ല? പച്ചയാവില്ല. രാസമാറ്റമാണ് അവിടെ നടന്നത്. ഇവിടെയും രാസമാറ്റമാണ് നടന്നത്. ഇരുമ്പ് തുരുമ്പിക്കുന്നു എന്നുള്ളത് നമ്മൾ പഠിച്ചു, രാസമാറ്റമാണ് നടന്നത്. ഓക്കെ, PVC പൈപ്പ് ചൂടാക്കുന്നു, ചൂടാക്കി പിന്നെ എന്ത് ചെയ്യാം? തിരിച്ചു ചൂടാക്കിയിട്ട് നമുക്ക് പഴയ രൂപത്തിലേക്ക് മാറ്റാം. ജലം ഐസാകുന്നു, അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറും എന്നറിയാം. അപ്പൊ ഇത് രണ്ടും എന്താണ്? ഭൗതിക മാറ്റമാണ്. അപ്പൊ രാസമാറ്റത്തിന് ഉദാഹരണം അല്ലാത്തത് ചോദിച്ചു കഴിഞ്ഞാൽ 3ഉം 5ഉം. പക്ക ക്ലിയർ അല്ലേ? യെസ്, താഴെ കൊടുത്തിരിക്കുന്നവയിൽ രാസമാറ്റത്തിന് ഉദാഹരണം അല്ലാത്തത് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാല് 3ഉം 5ഉമാണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ എന്ന് പഠിച്ചു. ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്, പ്രാക്ടീസ് വഴി കിട്ടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി ഒരു വസ്തുവിന്റെ ദ്രവ്യവും ഊർജവും തമ്മിലുള്ള ബന്ധം കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാരെ എന്നുള്ളതാണ് അടുത്ത ചോദ്യം. ദ്രവ്യവും ഊർജവും തമ്മിലുള്ള ബന്ധം കണ്ടെത്തിയത്, അതായത് E=mc² അല്ലെ? E=mc². ഇതാണ് ദ്രവ്യവും ഊർജവും തമ്മിലുള്ള ബന്ധം കണ്ടെത്തിയത്. ആരാണ്? ഐൻസ്റ്റീൻ ആണ് എന്ന് പഠിച്ചു കേട്ടോ. ഒരു വസ്തുവിന്റെ ദ്രവ്യവും ഊർജവും തമ്മിലുള്ള ബന്ധം കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐൻസ്റ്റീൻ എന്ന പോയിന്റ് എന്ത് ചെയ്യാം? പഠിച്ച്. ഓക്കെ, ഐൻസ്റ്റീൻ. അടുത്ത ചോദ്യം, ഒരു വസ്തുവിന്റെ ദ്രവ്യവും ഊർജവും തമ്മിലുള്ള ബന്ധം കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ, അത് വീണ്ടും ഐൻസ്റ്റീൻ തന്നെ. ഓരോ വസ്തുവും പ്രതിഫലിപ്പിക്കുന്ന ഊർജത്തിന്റെ അളവാണ് ഡാഷ്. ഓരോ വസ്തുവും പ്രതിഫലിപ്പിക്കുന്ന ഊർജത്തിന്റെ അളവാണ് ഡാഷ്. സെൻസർ, ഓവർലാപ്പ്, സ്പെക്ട്രൽ സിഗ്നേച്ചർ, സ്പെഷ്യൽ റെസൊല്യൂഷൻ.
ഓരോ വസ്തുവും പ്രതിഫലിപ്പിക്കുന്ന ഊർജത്തിന്റെ അളവാണ് ഡാഷ്. ഓരോ വസ്തുവും പ്രതിഫലിപ്പിക്കുന്ന ഊർജത്തിന്റെ അളവാണ് ഏതെന്ന് പഠിച്ചു വെക്കാം. സ്പെക്ട്രൽ സിഗ്നേച്ചർ എന്ന് നോട്ട് ചെയ്തു കേട്ടോ. സ്പെക്ട്രൽ സിഗ്നേച്ചർ, ഓരോ വസ്തുവും പ്രതിഫലിപ്പിക്കുന്ന ഊർജത്തിന്റെ അളവാണ് സ്പെക്ട്രൽ സിഗ്നേച്ചർ. കിട്ടിയായിരുന്നോ? പഠിച്ചായിരുന്നോ? യെസ്. എങ്ങനെയുണ്ട്? പഠിച്ച ആളുകൾക്ക് അല്ലെങ്കിൽ ഒന്ന് നോക്കി വന്ന ആളുകൾക്ക് റിവിഷൻ പക്കയല്ലേ? ഇനി നോക്കാതെ വന്ന ആളുകളെ ക്ലാസ് കേട്ടിട്ട് എന്ത് ചെയ്യാൻ നോക്കുക കേട്ടോ. നാളെ ഉച്ചവരെ സമയമുണ്ട്, അതിന് ഉച്ചക്ക് മുന്നേ നോക്കുക. രണ്ട് രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാം. ഒന്നുകിൽ ഫുള്ള് പഠിച്ചിട്ട് ഇവിടെ എന്ത് ചെയ്യാം, പ്രാക്ടീസിന് വേണ്ടി വരാം. ഇല്ലെങ്കിൽ ക്ലാസ് കേട്ടിട്ട് എന്ത് ചെയ്യാം, അതിനുശേഷം പിന്നെ ക്ലാസ്സും കൂടെ നോക്കിയിട്ട് എന്ത് ചെയ്യാം, പഠിക്കാം. വൈകുന്നേരം പരീക്ഷ എഴുതാം. രണ്ടും നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ. നമ്മൾ എല്ലാ ദിവസവും ഓരോ ടോപ്പിക്ക് പോകും. പരമാവധി ദിവസങ്ങളിൽ ലൈവ് ക്ലാസ് ഉണ്ടാവും. ഇനി ലൈവ് ക്ലാസ് ഇല്ലെങ്കിൽ പകരം പരീക്ഷ ഉണ്ടാവും. അങ്ങനെ ഓരോ ദിവസവും നമ്മൾ ടോപ്പിക്ക് പഠിച്ചിട്ടേ പോവുള്ളൂ. കാരണം നമുക്ക് അപ്പുറത്തേക്ക് പോകാൻ സമയമില്ല കേട്ടോ. യെസ്. ഇനി യെസ്, ഒരു വസ്തുവിൽ ബലം പ്രയോഗിക്കുന്നതിന്റെ ഫലമായി ആ വസ്തുവിനെ ബലം പ്രയോഗിച്ച ദിശയിൽ ഉണ്ടാകുന്ന സ്ഥാനാന്തരമാണ് പ്രവൃത്തി. തള്ളുകയാണ് ഇങ്ങനെ തള്ളുക. ഇപ്പൊ തള്ളലിന്റെ ഒരു കാലമാണല്ലോ അല്ലെ. ഒരു വസ്തുവിൽ ബലം പ്രയോഗിക്കുന്നതിന്റെ ഫലമായി ആ വസ്തുവിനെ ബലം പ്രയോഗിച്ച ദിശയിൽ, അങ്ങോട്ട് തള്ളുമ്പോ ഇങ്ങോട്ട് വന്നാൽ അവിടെ പ്രവൃത്തി ചെയ്തു എന്ന് പറയാൻ പറ്റൂല. അത് ഉഡായിപ്പാണ് എന്നേ പറയാൻ പറ്റുള്ളൂ അല്ലെ. അങ്ങോട്ടേക്ക് പ്രഷർ ചെലുത്തുന്ന സമയത്തെ, ബലം പ്രയോഗിക്കുന്ന സമയത്തെ അതേ ദിശയിൽ ആ വസ്തു ചലിക്കുന്നുണ്ടെങ്കിൽ അവിടെ പ്രവൃത്തി ചെയ്തു എന്ന് പറയാൻ സാധിക്കും അല്ലെ. ഒരു വസ്തുവിൽ F ന്യൂട്ടൺ ബലം തുടർച്ചയായി പ്രയോഗിച്ചപ്പോൾ ബലത്തിന്റെ ദിശയിലെ 1 മീറ്റർ സ്ഥാനാന്തരമാണ് കേട്ടോ. 1 മീറ്റർ സ്ഥാനാന്തരം ഉണ്ടായാൽ ആ ബലം ചെയ്തത് F × S എന്നുള്ള ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പറയാൻ സാധിക്കും. ഓക്കെ. F എന്ന് പറയുന്ന ബലം പ്രയോഗിച്ചു, 1 മീറ്റർ ആണ് അങ്ങോട്ടേക്ക് ചലിച്ചതെങ്കിൽ നമുക്ക് പ്രവൃത്തി വർക്ക് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയാൻ സാധിക്കും. ഈ ചാപ്റ്ററിൽ കുറച്ച് ഇക്വേഷൻസ് ഉണ്ട്, പഠിച്ചു വെക്കണം കേട്ടോ. വർക്ക് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയാം. പ്രവൃത്തിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഫോഴ്സിൻ്റെത് ന്യൂട്ടൺ ആണ്, ഡിസ്പ്ലേസ്മെന്റ് ആണ് ഇത് കേട്ടോ. ഓക്കെ. യെസ്, ഡിസ്പ്ലേസ്മെന്റ് ആണിത്. ഡിസ്പ്ലേസ്മെന്റ് ക്യാപിറ്റൽ S ആണ്, ഡിസ്പ്ലേസ്മെന്റ് ആണ് കേട്ടോ. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നതിന്റെ യൂണിറ്റ് മീറ്റർ ആണ്. അപ്പൊ ന്യൂട്ടൺ മീറ്റർ എന്ന് പഠിച്ചു. ന്യൂട്ടൺ മീറ്റർ അല്ലെങ്കിൽ ജൂള്. പ്രവൃത്തിയുടെ യൂണിറ്റ് ഒന്നുകിൽ ജൂള് അല്ലെങ്കിൽ ന്യൂട്ടൺ മീറ്റർ. ഓക്കെ. അപ്പൊ വർക്ക് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു എന്താണ്, ഫോഴ്സ് ഇൻറ്റു സ്ഥാനാന്തരമാണ് കേട്ടോ. ഇത് സ്മോളസ്റ്റ് അല്ല കേട്ടോ, ഇത് ക്യാപിറ്റൽ S ആണ്. തിരുത്തണേ, ക്യാപിറ്റൽ S ആണ്. ഡിസ്പ്ലേസ്മെന്റിനെ ക്യാപിറ്റൽ S വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുക. സ്മോളസ്റ്റ് ആകുമ്പോൾ സെക്കൻഡ് ആണ് കേട്ടോ. അപ്പോ ബലം പ്രയോഗിച്ച അതേ ദിശയിൽ തന്നെ 1 മീറ്റർ സ്ഥാനാന്തരം സംഭവിച്ചു കഴിഞ്ഞാൽ അപ്പൊ നമുക്ക് വർക്ക് ചെയ്തു എന്ന് പറയാം. വർക്ക് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. യൂണിറ്റ്, പ്രവൃത്തിയുടെ യൂണിറ്റ് എന്താണ്? ജൂൾ ആണ്. യെസ്, അല്ലെങ്കിൽ ന്യൂട്ടൺ മീറ്റർ ആണ്. ഇക്വേഷൻ പഠിച്ചു വെക്കാം, യൂണിറ്റും പഠിച്ചു വെക്കാം. ഇമ്പോർട്ടന്റ് ആണ്. ക്ലിയർ അല്ലേ? യെസ്. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? ഓക്കെ. ഇനി പ്രവൃത്തി ചെയ്യാനുള്ള കഴിവാണ് ഊർജം. പ്രവൃത്തി ചെയ്യാനുള്ള കഴിവാണ് എന്തേ? ഊർജം. ഊർജത്തിന്റെ യൂണിറ്റും ജൂളാണ്. ഊർജത്തിന്റെ CGS യൂണിറ്റ് ചെറിയ യൂണിറ്റ് എർഗാണ്. യെസ്, ഊർജത്തിന്റെ നോർമൽ യൂണിറ്റ് ജൂളാണ്. ഊർജത്തിന്റെ CGS യൂണിറ്റ് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എർഗെ എന്ന് പഠിച്ചു നോക്കാം. 1 വാട്ട് അവർ ഇസ് ഈക്വൽ ടു 3600 ജൂള് കേട്ടോ. ഒരു ജൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് യെസ് എന്താണ്? ഊർജത്തിന്റെ ബേസിക് യൂണിറ്റ് ആണ് ജൂള്. അതിന്റെ ഏറ്റവും ചെറിയ യൂണിറ്റ് ആണ് എർഗ്. CGS യൂണിറ്റ് ആണ് എന്ത്? എർഗ്. 1 വാട്ട് അവർ ഇസ് ഈക്വൽ ടു 3600 ജൂളാണെന്ന് പഠിച്ചു വെക്കാം. ഒരു ജൂൾ എന്ന് പറയുന്നത് 10⁷ എർഗാണ്. ഇതൊക്കെ ആവശ്യമുണ്ട്. ഒരു ജൂൾ എന്ന് പറയുന്നത് 1 കിലോഗ്രാം മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് സ്ക്വയർ കേട്ടോ. അങ്ങനെ ഒരു യൂണിറ്റ് കൂടി ഉണ്ട്, അതും പഠിച്ചു വെക്കാം. ഒരു കലോറി എന്ന് പറയുന്നത് 4.2 ജൂളാണ് എന്നും പഠിച്ചു വെക്കാം. ഇതൊക്കെ ഇപ്പൊ തന്നെ മനസ്സിലേക്ക് ആവണമെന്നില്ല. യെസ്, പഠിച്ച് നാളത്തേക്ക് സെറ്റ് ആയിട്ട് വരിക കേട്ടോ. ഈ നമ്പറുകൾ നോട്ട് ചെയ്തു വെക്കാം. കഴിഞ്ഞോ? ഊർജം എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചത് തോമസ് യങ് ആണ്. ഓരോ വസ്തുവിനും പ്രതിഫലിപ്പിക്കുന്ന ഊർജത്തിന്റെ അളവാണ് സ്പെക്ട്രൽ സിഗ്നേച്ചർ. ഓൾറെഡി നമ്മൾ പഠിച്ചു. നമ്മുടെ ശരീരം ഏകദേശം 1 മണിക്കൂറിൽ
3,50,000 ജൂൾ ഉപയോഗിക്കുന്നു. ഇത് ഏകദേശം 10 വാട്ട് അല്ല 100 വാട്ട് ബൾബ് പ്രകാശിപ്പിക്കുന്നതിനുള്ള ഊർജ്ജമാണ് നമ്മുടെ ശരീരം ഒരു മണിക്കൂറിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ശരീരം ഒരു ബൾബാണെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു മണിക്കൂറിൽ 100 വാട്ട് ബൾബ് പ്രകാശിപ്പിക്കാനുള്ള ഊർജ്ജം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? പുറത്ത് വിട്ടുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇനി ഊർജ സംരക്ഷണ നിയമം, ഊർജം നിർമ്മിക്കാനോ നശിപ്പിക്കാനോ സാധ്യമല്ല, ഒരു രൂപത്തിൽ നിന്നും മറ്റൊരു രൂപത്തിലേക്ക് മാറ്റാനേ സാധിക്കുകയുള്ളൂ. അതാണ് ഊർജ സംരക്ഷണ നിയമം. അതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഈ പേജിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. പ്രവൃത്തി ചെയ്യാനുള്ള കഴിവാണ് ഊർജം. ഊർജത്തിന്റെ യൂണിറ്റ് ജൂളാണ്. CGS യൂണിറ്റ് എർഗാണ്. ഒരു വാട്ട് അവർ എന്ന് പറയുന്നത് 3600 ജൂളാണ്. ഒരു ജൂൾ എന്ന് പറയുന്നത് 10⁻⁷ എർഗാണ്. ഒരു ജൂൾ എന്ന് പറയുന്നത് 1 കിലോഗ്രാം മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് സ്ക്വയർ എന്നും വേണമെങ്കിൽ പറയാം. ഒരു കലോറി എന്ന് പറയുന്നത് 4.2 ജൂളാണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ് ആ പോയിന്റ്. യെസ്, പിന്നെ നമ്മുടെ ശരീരം ഉൽപ്പാദിപ്പിക്കുന്ന ഊർജത്തെ കുറിച്ചും ചെറിയൊരു ധാരണ തന്നു. പക്ക ക്ലിയർ. ഇനി പവറോ, യൂണിറ്റ് സമയത്ത് ചെയ്ത പ്രവൃത്തി അല്ലെങ്കിൽ പ്രവൃത്തിയുടെ നിരക്കാണ് പവർ. പ്രവൃത്തിയുടെ നിരക്കാണ് പവർ. പ്രവൃത്തി ബൈ സമയം, ഒരു നിശ്ചിത സമയത്ത് ചെയ്ത പ്രവൃത്തിയാണ് പവർ. യെസ്, പവറിന്റെ യൂണിറ്റ് അതായത് പ്രവൃത്തിയുടെ യൂണിറ്റ് ഡിവൈഡഡ് ബൈ സമയത്തിന്റെ യൂണിറ്റ്. പ്രവൃത്തിയുടെ യൂണിറ്റ് എന്താണ്? ജൂൾ ആണ്. സമയത്തിന്റെ യൂണിറ്റ് സെക്കൻഡ് ആണ്. അപ്പൊ ജൂൾ പെർ സെക്കൻഡ് എന്ന് നമുക്ക് പറയാം. ജൂൾ പെർ സെക്കൻഡ് എന്നുള്ളതിനെ ചുരുക്കിയിട്ട് വാട്ട് എന്ന് പറയാറുണ്ട് അല്ലെ. പവറിന്റെ യൂണിറ്റ് വാട്ട്. 1 കിലോ വാട്ട് ഈസ് ഈക്വൽ ടു 1000 വാട്ട് ആണ് എന്ന് പഠിച്ചു. ഓക്കെ. യെസ്, അപ്പൊ പ്രവൃത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താന്ന് നമുക്കറിയാം. പ്രവൃത്തി ചെയ്യാനുള്ള പ്രവൃത്തി ഒരു യൂണിറ്റ് സമയത്തിനുള്ളിൽ ചെയ്യുന്ന പ്രവൃത്തിയാണ് പവർ കേട്ടോ. യൂണിറ്റ് സമയത്തിനുള്ളിൽ ചെയ്യുന്ന പ്രവൃത്തിയാണ് പവർ എന്ന് പഠിച്ചു വെക്കാം. പവറിന്റെ യൂണിറ്റും കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ഇനി ജെയിംസ് വാട്ട് ആരാണ്? 1736 മുതൽ 1819 വരെ ജനിച്ച സ്കോട്ട്ലൻഡുകാരനാണ്. ഉപകരണങ്ങളുടെ നിർമ്മാണത്തിൽ കഴിവ് തെളിയിച്ച ജെയിംസ് വാട്ടിനെ പ്രധാന കണ്ടുപിടുത്തമായ ആവി യന്ത്രമാണ് വ്യാവസായിക വിപ്ലവത്തിൽ നിർണായക പങ്കുവഹിച്ചത് കേട്ടോ. അപ്പൊ വ്യാവസായിക വിപ്ലവത്തിൽ നിർണായക പങ്കുവഹിച്ച ജെയിംസ് വാട്ട് അല്ലെ ഏത് രാജ്യക്കാരനാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യെസ്, ഏത് രാജ്യക്കാരനാണ് ജെയിംസ് വാട്ട്? ഏത് രാജ്യക്കാരനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്കോട്ട്ലൻഡുകാരനാണ് എന്ന പോയിന്റ് എന്ത് ചെയ്യാം? പഠിച്ച് വെക്കാം കേട്ടോ. അപ്പൊ ഇത് ഓരോന്നും നമ്മൾ മാറിപ്പോകരുത് കേട്ടോ. ഒരു വസ്തുവില് ബലം പ്രയോഗിക്കുമ്പോൾ അതിന്റെ ഫലമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ആ വസ്തു ചലിക്കുന്നുണ്ടെങ്കിൽ അതാണ് പ്രവൃത്തി. വർക്ക് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻടു ഡിസ്പ്ലേസ്മെന്റ്. ഓക്കെ. ഇനി പ്രവൃത്തി ചെയ്യാനുള്ള അതാണ് എന്ത്? പ്രവൃത്തി. അത് ചെയ്യാനുള്ള കഴിവാണ് ഊർജം. അതിന്റെ യൂണിറ്റുകളും കാര്യങ്ങളും ഒക്കെ നമ്മൾ പഠിച്ചു. ഓക്കെ. ഇനി യൂണിറ്റ് സമയത്തിനുള്ളിൽ ചെയ്യുന്ന പ്രവൃത്തിയുടെ നിരക്കാണ് എന്ത്? പവർ എന്ന പോയിന്റും എന്ത് ചെയ്യാം? നോട്ട് ചെയ്തു. 3 എണ്ണം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇന്നത്തെ ക്ലാസ്സിലെ ഹെഡിങ് തന്നെ അതായതുകൊണ്ടാണ് ഡീറ്റെയിൽ ആയിട്ട് തന്നെ തിയറി പറഞ്ഞത് കേട്ടോ. ചോദ്യങ്ങൾ വരുന്നുണ്ട്. യെസ്, കുറച്ച് ക്വസ്റ്റ്യൻസും പ്രാക്ടീസിംഗ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ. യെസ്, ഇനി കുതിരശക്തി, ഹോഴ്സ് പവർ. പണ്ട് കുതിരകളൊക്കെ ഉണ്ടായിരുന്നല്ലോ സാധനങ്ങൾ കൊണ്ടുപോകാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ കുതിരശക്തി എന്ന് പറയുന്ന ടേം ശക്തിയുടെ കാര്യത്തിൽ ഇവിടെ വരുന്നത്. കുതിരശക്തി 1 ഹോഴ്സ് പവർ ഇസ് ഈക്വൽ ടു എന്താണ്? 745.7 വാട്ടാണ്. അപ്രോക്സിമേറ്റ്ലി 746 വാട്ട് എന്നും പറയാറുണ്ട്. അത് എന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പണ്ട് ഇവരെ കൊണ്ടാണല്ലോ ഇത് ചെയ്യിപ്പിച്ചിരുന്നത്. അതുകൊണ്ടാണ്, അല്ലാതെ വേറെ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഇല്ല കേട്ടോ. യെസ്, ഓക്കെ അല്ലേ? സെറ്റല്ലേ? ആ, ഒരു മിനിറ്റ്. നമ്മൾ ഇന്നലെ 9 മണിക്കത്തെ ക്ലാസ്സിന്റെ ഒരു മെസ്സേജ് ആയിരുന്നേ. എന്തെങ്കിലും എമർജൻസി ആണോ എന്ന് വിചാരിച്ച് നോക്കിയതാണേ. അപ്പൊ 9 മണിക്ക് എല്ലാവരും ക്ലാസ്സിന് അറ്റൻഡ് ചെയ്യുക. പരീക്ഷാ പേടി എങ്ങനെ കുറയ്ക്കാം, അല്ലെങ്കിൽ പരീക്ഷ അത് അങ്ങനെ ഒരു ക്ലാസ് ആണ്. നിങ്ങളൊന്ന് അറ്റൻഡ് ചെയ്യുക. ഞാൻ അതിനെ കുറിച്ച് പറയുന്നില്ല. ഓക്കെ. അത് നമ്മളെ മോട്ടിവേഷൻ ട്രെയിനിങ് ആയിട്ട് അതിനെ നിങ്ങൾ കൺസിഡർ ചെയ്യരുതേ. വെറും മോട്ടിവേഷൻ അല്ലാതെ യെസ്, അത് പഠിച്ച ആളുകൾ ചെയ്യുമ്പോൾ അതിനനുസരിച്ചുള്ള വ്യത്യാസം ഉണ്ടാവും. നിങ്ങൾ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. യെസ്, അപ്പൊ നമ്മളെന്താ ഇവിടെ പറഞ്ഞേ? യെസ്, നമ്മൾ എന്താ പറഞ്ഞേ?
746 വാട്ടാണ് അപ്രോക്സിമേറ്റ്ലി ഒരു ഹോഴ്സ് പവർ എന്ന് പറയുന്നത് കേട്ടോ. ഇനി കിലോ വാട്ട് അവർ KWH എന്ന് എഴുതാറുണ്ട് അല്ലെ. ഒരു യൂണിറ്റ് വൈദ്യുതി എന്നാൽ 1 കിലോ വാട്ട് അവർ എന്നുള്ളതാണ്. വ്യാവസായിക യൂണിറ്റ് ആണ്. വൈദ്യുതിയുടെ പ്രായോഗിക യൂണിറ്റ് അല്ലെങ്കിൽ വ്യാവസായിക യൂണിറ്റ് ആണ് കിലോ വാട്ട് അവർ. ഓക്കെ, ഒരു യൂണിറ്റ് വൈദ്യുതി എന്നാൽ 1 കിലോ വാട്ട് അവർ എന്നാണ് മീൻ ചെയ്യുന്നത്. ഒരു യൂണിറ്റ് വൈദ്യുതി, നമ്മളെ കറണ്ട് ബില്ല് വരുമ്പോൾ ഇത്ര യൂണിറ്റ് എന്ന് പറയാറില്ലേ, ആ യൂണിറ്റ് എന്ന് പറയുന്നത് ഒരു കിലോ വാട്ട് അവർ ആണ്. അതായത് 1000 വാട്ട് പവർ ഉള്ള ഉപകരണം 1 മണിക്കൂറിൽ പ്രവർത്തിക്കാൻ ആവശ്യമായ ഊർജ്ജമാണ് ഒരു കിലോ വാട്ട് അവർ എന്ന് പറയുന്നത് കേട്ടോ. 1000 വാട്ട്സ് ഉള്ള 1000 വാട്ട്സ് പവർ ഉള്ള ഒരു ഉപകരണം 1 മണിക്കൂറിൽ പ്രവർത്തിക്കാൻ ആവശ്യമായ യൂണിറ്റ് ആണ്. അതായത് 1000 വാട്ടുള്ള എന്തെങ്കിലും ഒരു ഉപകരണം 1 മണിക്കൂർ പ്രവർത്തിച്ചാലാണ് ഒരു യൂണിറ്റ് വൈദ്യുതി ആവുക. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അതാണ് നമ്മുടെ പ്രായോഗിക യൂണിറ്റ്, വ്യാവസായിക യൂണിറ്റ് എന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? യെസ്, ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന ഒരു ചോദ്യം ഒന്ന് ചെയ്തു നോക്കിയേ. താഴെ തന്നിരിക്കുന്നവയിൽ ഗതികോർജത്തിന്റെ സമവാക്യം ഏതെന്ന് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ഗതികോർജത്തിന്റെ സമവാക്യം കണ്ടുപിടിക്കുക. ഇതിലേതാണ് ഗതികോർജത്തിന്റെ സമവാക്യം? ഹാഫ് MV ആണോ? എല്ലാം ഇവിടെ തന്നിട്ടുണ്ട്. P ആക്കമാണ്, പിന്നെ K ഗതികോർജമാണ്, S സ്ഥാനാന്തരമാണ്, M പിണ്ഡമാണ്, V പ്രവേഗമാണ്, T സമയമാണെന്ന് തന്നിട്ടുണ്ട്. അപ്പൊ ഗതികോർജം നമുക്കറിയാം ഹാഫ് ഈസ് ഈക്വൽ ടു mv² എന്നുള്ളതാണ് നമ്മുടെ ഇക്വേഷൻ അല്ലെ. ഗതികോർജം ഹാഫ് ഈസ് ഈക്വൽ ടു mv². ഇനി ഇതാണ് ഗതികോർജം. കൈനറ്റിക് എനർജി അല്ലെ. ഇനി പൊട്ടൻഷ്യൽ എനർജി ആണെങ്കിൽ mgh, ഇതൊക്കെ എല്ലാവരും പഠിച്ചതാണ്. ഓക്കെ, യെസ്. അപ്പോ എന്താണ് ഗതികോർജത്തിന്റെ സമവാക്യം എന്നുള്ളതാണ് ഇവിടുത്തെ നമ്മുടെ ചോദ്യം. ഓക്കെ, അത് നമുക്ക് എന്ത് ചെയ്യാം, തന്നിരിക്കുന്ന ഇക്വേഷൻസ് വെച്ചിട്ട് രണ്ടാമതൊരു ഇക്വേഷൻ കൂടി അതിന് ക്രിയേറ്റ് ചെയ്യാം. കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. യെസ്, കുറച്ചുകൂടി മുകളിലാക്കാം അല്ലെ. യെസ്, അതായത് P is equal to mv എന്നുള്ള ഗതികോർജവും ആക്കത്തിന്റെ ഇക്വേഷൻ എന്താണ്? P is equal to mv ആണ്. അത് നിങ്ങൾക്ക് അറിയാന്ന് വിചാരിക്കുന്നു. P is equal to mv. അപ്പോ ഗതികോർജം ഹാഫ് mv² ആണ്. അപ്പൊ P is equal to mv ആയതുകൊണ്ട് തന്നെ V is equal to P/m അറിയാലോ അല്ലെ. V അവിടെ നിർത്തിക്കൊണ്ട് m നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ V is equal to P/m എന്ന് പറയാൻ സാധിക്കും. ഓക്കെ, ഒന്നുമില്ല. ആക്കം എന്ന് പറയുന്നത് P is equal to mv ആയതുകൊണ്ട് നമ്മൾ എന്താണ്, V അവിടെ നിർത്തിക്കൊണ്ട് m നെ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ P/m എന്ന് പറയാൻ സാധിക്കും. പറ്റൂലേ? എന്നിട്ട് അത് ഹാഫ് mv² എന്ന് പറയുന്ന ഇക്വേഷനിൽ അതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോ ഹാഫ് mv² എന്നുള്ള സ്ഥാനത്തെ ഹാഫ് m ഇൻറ്റു വിക്ക് പകരം നമ്മൾ എന്ത് ചെയ്യുന്നു, P/m എന്ന് എഴുതുന്നു, ഹോൾ സ്ക്വയർ. മനസ്സിലായോ? യെസ്, അവിടെ എഴുതിയിട്ടുണ്ട്. അതേപോലെ സ്റ്റെപ്പായിട്ട് ഇവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ. യെസ്, ഓക്കെ. യെസ്, അപ്പൊ അതിലെ ഒരു എമ്മും കട്ടായി പോവും, ഒരു എം അവിടെ ബാക്കി ഉണ്ടാവും. ഓക്കെ, m² ആണല്ലോ, ഇവിടെ m² ആണ്, അതിൽ ഒരു എമ്മും പോവും, ഒരു എം ബാക്കി ഉണ്ടാവും, P². ഓക്കെ, ഇതൊക്കെ മാത്സ് ആണ്, നിങ്ങൾക്ക് അറിയാം. അപ്പൊ ഹാഫ് ഇൻറ്റു P²/m അല്ലെങ്കിൽ P²/2m എന്നുള്ള ആൻസർ നമുക്ക് അവിടെ കിട്ടും. ക്ലിയർ അല്ലേ? യെസ്, അതായത് P²/m² ആണ്. ഒരു എമ്മും ഇവിടെയുള്ള എമ്മും കട്ടായി പോയി. അപ്പൊ ഒരു എം ഇവിടെ ബാക്കിയുണ്ട്, ഇവിടെ P² ബാക്കിയുണ്ട്. ഓക്കെ, ഹാഫ് എന്നുള്ളതുണ്ട്. അപ്പോ P²/2m കിട്ടിയില്ലേ? യെസ്, P²/2m എന്നുള്ളതാണ് നമുക്ക് ആൻസർ ആയിട്ട് കിട്ടുക. അങ്ങനെ ഒരു ഇക്വേഷൻ കൂടി കൈനറ്റിക് എനർജിക്ക് ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക കേട്ടോ. കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഊർജത്തിന്റെ വ്യാവസായിക യൂണിറ്റ് ഏതാണ്? ഇനി ഞാൻ നിങ്ങളുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാല് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അറ്റൻഡ് ചെയ്യാം. ഊർജത്തിന്റെ വ്യാവസായിക യൂണിറ്റ് ഏതാണ്? ഊർജത്തിന്റെ വ്യാവസായിക യൂണിറ്റ് ഏതാണ്? യെസ്, കിലോ വാട്ട് അവർ ആണെന്ന് നമ്മൾ എന്ത് ചെയ്തു, ഇപ്പോ പഠിച്ചതേ ഉള്ളൂ. അതുകൊണ്ട് സിമ്പിൾ ആയിട്ട് നമുക്ക് അറ്റൻഡ് ചെയ്യാവുന്നതേ ഉള്ളൂ. യെസ്, അത് നിങ്ങൾ വായിച്ചു നോക്കുക കേട്ടോ. ഇനി മിക്സി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ഊർജ്ജമാറ്റം എന്ന ആശയം പ്രയോജനപ്പെടുത്തി താഴെ തന്നിരിക്കുന്നവയിൽ ശരിയുത്തരം കണ്ടെത്തുക. കൂലി വർക്കർ റീസെന്റ് ആയിട്ട് ചോദിച്ചാണ്. മിക്സി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ഊർജ്ജമാറ്റം എന്ന ആശയം പ്രയോജനപ്പെടുത്തി എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്നുള്ളത് വായിച്ചു നോക്കി ഉത്തരം പറയാം. മിക്സി പ്രവർത്തിക്കുമ്പോൾ എന്ത് ഊർജ്ജമാറ്റമാണ് സംഭവിക്കുന്നത്? യെസ്,
കഴിഞ്ഞ ആഴ്ച ചോദിച്ച പരീക്ഷയിലെ ചോദ്യമാണ്. മിക്സി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാവുന്ന ഊർജ്ജമാറ്റം എന്ന ആശയം പ്രയോജനപ്പെടുത്തി താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരി ഉത്തരം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വൈദ്യുതോർജ്ജം യാന്ത്രികോർജ്ജവും ശബ്ദോർജ്ജവുമായി മാറുന്നു. വൈദ്യുതോർജ്ജം എന്താണ്? യാന്ത്രികോർജ്ജവും ശബ്ദോർജ്ജവുമായിട്ട് മാറുന്നു കേട്ടോ. യെസ്, മിക്സി ഓൺ ആക്കുന്ന സമയത്ത് വൈദ്യുതോർജ്ജം അത് കറങ്ങുമ്പോൾ എന്താണ്? യാന്ത്രികോർജ്ജം ഉണ്ടാവും, പിന്നെ ശബ്ദം ഉണ്ടാവും, ശബ്ദോർജ്ജവുമായിട്ട് മാറുന്നുണ്ട് അല്ലെ? സെറ്റ് അല്ലേ? യെസ്. ഇനി അടുത്ത ചോദ്യം എന്ന് വായിച്ചു നോക്കിയേ. താഴെ തന്നിരിക്കുന്നതിൽ ശരിയായ പ്രസ്താവനകൾ ഏത് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏത്? യെസ്, ബി ആണോ ശരിയായിട്ടുള്ളത്? ബി, അതായത് 3 മാത്രം. ഡി ആണ് ഇവിടെ ആൻസർ കേട്ടോ. യെസ്, ഓക്കെ. നിശ്ചലാവസ്ഥയിൽ ഇരിക്കുന്ന വസ്തുവിന്റെ ഗതികോർജം 0ആണ്. അത് ശരിയാണ്, എല്ലാവർക്കും അറിയാം. ആക്കവും ഗതികോർജവും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നു, അതും ശരിയാണ്. അപ്പൊ ഡി ആണ് ആൻസർ. യെസ്, ഇത് രണ്ടും തെറ്റാണ്. 1ഉം 2ഉം ഇവിടെ തെറ്റായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. നിശ്ചലാവസ്ഥയിൽ ഇരിക്കുന്ന വസ്തുവിന്റെ സ്ഥിതികോർജം യെസ് 0 അല്ല. യെസ്, അവയിലും ചിലപ്പോൾ ചലിക്കാൻ പാകത്തിലുള്ള ഊർജം സംഭരിച്ചു വെച്ചിട്ടുണ്ടാവും. നിശ്ചലാവസ്ഥ ഇപ്പൊ എന്താണ്? കുലച്ചു വെച്ചിരിക്കുന്ന അമ്പ് നിശ്ചലാവസ്ഥയിലാണ് ഇരിക്കുന്നതെങ്കിലും പക്ഷെ എന്താണ്? അത് ഊർജം സംഭരിച്ചു വെച്ചിട്ടുണ്ടാവും. അപ്പൊ അതുകൊണ്ട് സ്ഥിതികോർജം എന്തല്ല? 0 അല്ല. യെസ്, അതിന്റെ ഗതികോർജം 0ആണ്. യെസ്, സ്ഥാനം വഴി ഉണ്ടാവുന്ന ഊർജമാണല്ലോ സ്ഥിതികോർജം. അപ്പൊ കുലച്ചു വെച്ചിരിക്കുന്ന അമ്പ് എന്ന് പറയുന്നത് അതിന് സ്ഥാനം വഴി ഒരു ഊർജം കിട്ടുന്നുണ്ട്. അപ്പൊ സ്ഥിതികോർജം ഉണ്ട് കേട്ടോ. ഓക്കെ, പക്ഷെ അതിന് ചലനം വഴിയുള്ള ഊർജം ഇല്ല, ഗതികോർജം ഇല്ല. അപ്പൊ ഗതികോർജം 0ആണ്, പക്ഷെ സ്ഥിതികോർജം അതിനുണ്ടാവും. ഒരു വസ്തുവിന് അതിന്റെ ചലനം മൂലമുണ്ടാവുന്ന ഊർജമാണ് ഗതികോർജം. ചോദ്യത്തിൽ എന്തായിരുന്നു? സ്ഥിതികോർജം അല്ലെ? യെസ്, ചലനം മൂലമുണ്ടാവുന്ന ഊർജമാണ് ഗതികോർജം. ഓക്കെ, അപ്പൊ എല്ലാവർക്കും അറിയാം ഇത് സ്ഥാനം വഴിയുള്ള ഊർജമാണ് എന്ത്? സ്ഥിതികോർജം. അത് വെറുതെ ഇരിക്കുമ്പോ, നിശ്ചലാവസ്ഥയിൽ ഇരിക്കുമ്പോ അതെന്തായിരിക്കും? 0 ആകണമെന്നില്ല കേട്ടോ. യെസ്, അതിന്റെ പൊസിഷൻ വഴി അതിനൊരു ഊർജം കിട്ടും. ഇനി ചലനം വഴിയുള്ള ഊർജമാണ് എന്ത്? ഗതികോർജം. ചലനം വഴിയുള്ള ഊർജമാണ് ഗതികോർജം. അത് നിശ്ചലാവസ്ഥയിൽ ഇരിക്കുമ്പോ 0 ആയിരിക്കും. ഇതാകണമെന്നില്ല കേട്ടോ. ക്ലിയർ അല്ലേ? യെസ്, അപ്പോ നിശ്ചലാവസ്ഥയിൽ ഇരിക്കുന്ന ഒരു വസ്തുവിന്റെ സ്ഥിതികോർജം 0 അല്ല. അവയിൽ ചിലപ്പോൾ ഊർജം ഉണ്ടാവും. ചലിക്കുന്ന വസ്തുവിന്റെ ഊർജമാണ് ഗതികോർജം. പിന്നെ സ്ഥാനം വഴി കിട്ടുന്ന ഊർജമാണ് സ്ഥിതികോർജം കേട്ടോ. യെസ്, അപ്പോ ആ കാര്യങ്ങളെ മനസ്സിലാക്കി വെക്കുക. ചോദ്യങ്ങൾ ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് മതി നമ്മളെ തെറ്റിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? എല്ലാം പഠിച്ചു പോകണം. സൂര്യനിൽ നടക്കുന്ന ഊർജോൽപാദനത്തെ കുറിച്ച് ശാസ്ത്രീയ വിശദീകരണം നടത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ് എന്ന് വിഷയം. സൂര്യനിൽ നടക്കുന്ന ഊർജോൽപാദനത്തെ കുറിച്ച് ശാസ്ത്രീയ വിശദീകരണം നൽകിയ ശാസ്ത്രജ്ഞൻ ആരാണ് എന്ന് വിഷയം. യെസ്, സൂര്യനിൽ നടക്കുന്ന ഊർജോൽപാദനത്തെ കുറിച്ച് ശാസ്ത്രീയ വിശദീകരണം നടത്തിയ ശാസ്ത്രജ്ഞൻ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഹാൻസ് ബെർത്ത് എന്ന് നോട്ട് ചെയ്തു കേട്ടോ. ഹാൻസ് ബെർത്ത് ആണ്. സൂര്യനിൽ നടക്കുന്ന ഊർജോൽപാദനത്തെ കുറിച്ച് ശാസ്ത്രീയ വിശദീകരണം നടത്തിയ ശാസ്ത്രജ്ഞൻ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹാൻസ് ബെർത്ത് എന്ന് വിളിച്ചു. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക. ഒരു യൂണിറ്റ് സമയത്തിൽ ചെയ്യുന്ന പ്രവൃത്തി ഊർജമാണ്. കുതിരശക്തി യൂണിറ്റുകളിൽ ഊർജം അളക്കാം. ശരിയാണോ? ഒന്നും രണ്ടും ശരിയാണോ? പറ ആൻസർ വരട്ടെ, കമന്റ് വരട്ടെ. സി ആണ് ആൻസർ. 2 ശരി. ഇപ്പൊ ഒരു കൺഫ്യൂഷൻ ആയല്ലോ അല്ലേ? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ കൺഫ്യൂഷൻ ആയോ? കൺഫ്യൂഷൻ ആയല്ലോ. ബിയോ? ബി ആണോ സി ആണോ? ഏതാ ആൻസർ? ബി ആണോ സി ആണോ? ഒരു യൂണിറ്റ് സമയത്തിൽ ചെയ്യുന്ന പ്രവൃത്തി ഊർജാണോ? അല്ല, അത് പവർ അല്ലേ? ഒരു യൂണിറ്റ് സമയത്തിനുള്ളിൽ ചെയ്യുന്ന പ്രവൃത്തി ഊർജം അല്ല, അത് പവറാണ്. പ്രവൃത്തി ചെയ്യാനുള്ള കഴിവാണ് ഊർജം. അപ്പോ 1 തെറ്റാണ്. അപ്പൊ ഏതാണ് ആൻസർ?
അപ്പൊ സി തന്നെ ആൻസർ. അല്ല, അപ്പൊ സി അല്ല, അപ്പൊ ബി ആണ് ആൻസർ അല്ലെ? ആണോ? കുതിരശക്തി യൂണിറ്റുകളിൽ ഊർജം അളക്കാം. ഊർജമാണോ അളക്കാൻ സാധിക്കുക? കുതിരശക്തി യൂണിറ്റുകളിൽ ഊർജമാണോ അളക്കാൻ സാധിക്കുക? ഊർജമല്ല, പവറാണ് അളക്കുക കേട്ടോ. യെസ്, ഓക്കെ. യെസ്, ഊർജശക്തി അളക്കുകയല്ല, പവറാണ് കുതിരശക്തി യൂണിറ്റുകളിൽ അളക്കുന്നത്. അപ്പൊ രണ്ടും തെറ്റാണ്. ആരും കമന്റ് ചെയ്തില്ലായിരുന്നു ആൻസർ ഡി. കേട്ടോ. യെസ്, അപ്പൊ സംഭവം സിമ്പിൾ ആണ്, പക്ഷെ എന്താണ് ഉത്തരം തെറ്റിപ്പോയി. ഓക്കെ. അപ്പൊ ഒരു യൂണിറ്റ് സമയത്തിൽ ചെയ്യുന്ന പ്രവൃത്തി ഊർജമാണ്. യെസ് എന്നുള്ളത് തെറ്റാണ്. ഒരു യൂണിറ്റ് സമയത്തിനുള്ളിൽ ചെയ്യുന്ന പ്രവൃത്തി എന്താണ്? പവറാണ്. കുതിരശക്തി യൂണിറ്റുകളിൽ ഊർജം അളക്കാം എന്നുള്ളത് തെറ്റാണ്. അവിടെ പവറാണ് അളക്കാൻ സാധിക്കുക എന്ന പോയിന്റ് എന്ത് ചെയ്യാം? പഠിച്ച് വെക്കാം. ഓക്കെ. ഇനി നമ്മുടെ ക്ലാസ്സിലെ ദീപ ഒരു മേശയിൽ 10 ന്യൂട്ടൺ ബലം തുടർച്ചയായി പ്രയോഗിക്കുമ്പോൾ ആ മേശ 50 സെന്റിമീറ്റർ സ്ഥാനചലനത്തിന് വിധേയമാവുന്നു. അവിടെ ഉണ്ടാവുന്ന പ്രവൃത്തി എത്രയാണ്? പെട്ടെന്ന് ചെയ്യാം. F is equal to 10 ന്യൂട്ടൺ. 50 സെന്റിമീറ്റർ ആണ് ഡിസ്പ്ലേസ്മെന്റ്. 50 സെന്റിമീറ്റർ ആണ് ഡിസ്പ്ലേസ്മെന്റ്. അപ്പൊ പ്രവൃത്തി എത്രയാണ്? പ്രവൃത്തി എത്രയാണ്? യെസ്, എത്രയാണ് ചെയ്യണം? 50 × 10 500 എന്ന് പറയാൻ പറ്റുമോ? നിങ്ങൾ ചിന്തിക്കുന്നില്ല കേട്ടോ മക്കളെ. യെസ്, നമ്മളെ ന്യൂട്ടൺ എന്നുള്ളതാണ് എടുക്കുന്നതെങ്കിൽ നമ്മൾ സെന്റിമീറ്ററിനെ മീറ്ററിലാക്കണം കേട്ടോ. ഡയറക്റ്റ് ആയിട്ട് അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യരുത്. സെന്റിമീറ്ററിനെ മീറ്ററിലാക്കണം. ഓക്കെ. 50 സെന്റിമീറ്ററിനെ മീറ്ററിലാക്കുന്ന സമയത്ത് എന്താണ്? 100 കൊണ്ടായിരിക്കുമ്പോ 0.5 എന്ന് നമുക്ക് കിട്ടും. ആ 0.5 × 10 ആണ് ചെയ്യേണ്ടത്. 5 ജൂളാണ് ആൻസർ കേട്ടോ. യെസ്, ഓക്കെ. ഇക്വേഷൻ ഉണ്ടെന്ന് പറഞ്ഞാൽ അങ്ങ് ഗുണിച്ചു വെക്കരുതേ. എന്ത് ചെയ്യാം? അവിടെ SI യൂണിറ്റിലേക്ക് അതിനെ മാറ്റിയിട്ട് വേണം നമ്മൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട്. സ്റ്റാൻഡേർഡ് യൂണിറ്റുകളിലേക്ക് മാറ്റിയിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. യെസ്, അപ്പൊ അത് ചെയ്യാം. ഓക്കെ. ഇനി അസീന എവിടെ ഉണ്ടോ? അസീന ഭാരമുള്ള ഒരു തടിക്കഷ്ണം തള്ളി നീക്കാൻ ശ്രമിച്ചെങ്കിലും അവൾ അതിൽ പരാജയപ്പെട്ടു. താഴെ തന്നിരിക്കുന്നവയിൽ ഇതുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. തടിക്കഷ്ണം തള്ളി നീക്കുകയാണ് അസീന. ഓക്കെ. യെസ്, ഊർജം ചെലവഴിക്കുകയും പ്രവൃത്തി ചെയ്യുകയും ചെയ്തു. ഊർജം ചെലവഴിച്ചു എന്നാൽ പ്രവൃത്തി ചെയ്തില്ല. ഊർജം ചെലവഴിച്ചെങ്കിലും പ്രവൃത്തി ചെയ്തു. ഊർജം ചെലവഴിച്ചില്ലെങ്കിലും പ്രവൃത്തി ചെയ്തു. ഊർജവും ചെലവഴിച്ചില്ല, പ്രവൃത്തിയും ചെലവഴിച്ചില്ല. ഏതാണ് ആൻസർ? യെസ്, ഏതാണ് ആൻസർ? ഊർജം അവിടെ ചെലവഴിച്ചു, പക്ഷെ എന്തില്ല? പ്രവൃത്തി ചെയ്തു എന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് വേണം. പ്രവൃത്തി അവിടെ ഉണ്ടായി എന്ന് പറയണമെങ്കിൽ അവിടെ എന്ത് വേണം? ഡിസ്പ്ലേസ്മെന്റ് വേണം. ഇത് ഊർജം ചെലവഴിച്ചു, പക്ഷേ എന്ത് ചെയ്തിട്ടില്ല? പ്രവൃത്തി അവിടെ ഉണ്ടായിട്ടില്ല കേട്ടോ. അപ്പൊ ആൻസർ ബി ആണ്. സിമ്പിൾ അല്ലെ? ഇനി ജാസിർ എന്താ ചെയ്തെന്നറിയോ? ജാസിർ 3 കിലോഗ്രാം തൂക്കമുള്ള ഒരു ലഞ്ച് ബോക്സ്, ഭയങ്കര ലഞ്ച് ബോക്സ് ആണത് അല്ലെ, അതിട്ട ഒരു സ്കൂൾ ബാഗ് മുതുകിൽ ചുമന്ന് നിരപ്പായ റോഡിലൂടെ 200 മീറ്റർ നടന്നു നീങ്ങുന്നു. ഗുരുത്വാകർഷണ ബലത്തിന് എതിരായി ചെയ്യുന്ന പ്രവൃത്തി എത്ര എന്നുള്ളതാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. യെസ്, ഓക്കെ. ജാസിർ 3 കിലോഗ്രാം തൂക്കമുള്ള ലഞ്ച് ബോക്സ് ഇട്ട ഒരു സ്കൂൾ ബാഗ് മുതുകിൽ ചുമന്നുകൊണ്ട് നിരപ്പായ റോഡിലൂടെ 200 മീറ്റർ നടന്നു നീങ്ങുന്നു. ഗുരുത്വാകർഷണ ബലത്തിന് എതിരായി ചെയ്യുന്ന പ്രവൃത്തി എത്ര എന്നുള്ളതാണ് ചോദ്യം. അറിയുമെങ്കിൽ മാത്രം ചെയ്താൽ മതി. പക്ഷെ ഇതിനകത്ത് ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട്. ആ ട്വിസ്റ്റ് അറിയെങ്കിൽ സിമ്പിൾ ആയിട്ട് ഉത്തരത്തിലേക്ക് എത്താം അല്ലെ? ആൻസർ എത്രയാണ്? യെസ്, ഓക്കെ. ആൻസർ എത്രയാണ്? യെസ്, ആൻസർ ഇതാണ് ആൻസർ കേട്ടോ. 90 ഡിഗ്രിയിലാണ് ബലം വരുന്നതെങ്കിൽ 0 ആണ്. ഞാൻ പറയാം. ഓക്കെ, എന്താന്നുള്ളത് പറയാം. യെസ്, അതായത് ഇവിടെ ചെയ്യുന്ന പ്രവൃത്തിയുടെ ദിശ ഗുരുത്വാകർഷണ ബലത്തിന് ലംബമാണ്. അതായത് ഇത് ബാഗ് തൂക്കുക എന്ന് പറയുന്നത് ഇങ്ങനെയാണ്, ചലിക്കുക എന്ന് പറയുന്നത് ഇങ്ങനെയാണ്, ലംബമായിട്ടാണ് ചെയ്യുന്നത് അല്ലെ? അപ്പൊ ചെയ്യുന്ന പ്രവൃത്തിയുടെ ദിശ ഗുരുത്വാകർഷണ ബലത്തിന് ദിശയ്ക്ക് ലംബമാണ്. ഓക്കെ, ഗുരുത്വാകർഷണ ബലത്തിന് ലംബമായിട്ടാണ്. അതിനാൽ ഗുരുത്വാകർഷണ ബലത്തിനെതിരെയായ പ്രവർത്തനം 0 നടക്കുക കേട്ടോ. അപ്പൊ എന്ത് സാധനം തൂക്കിയിട്ട് നിരപ്പായ തറയിലൂടെ പോവുകയാണെങ്കിൽ ഗുരുത്വാകർഷണ ബലത്തിനെതിരെയുള്ള ബലം പ്രയോഗിക്കുമ്പോൾ അവിടെ ടോട്ടൽ പിന്നെ പ്രവൃത്തി എത്രയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 0 എന്ന് വേണം മനസ്സിലാക്കാൻ കേട്ടോ. അതായത് പ്രവൃത്തി ഈസ് ഈക്വൽ ടു ബലം ഇൻറ്റു സ്ഥാനാന്തരം കേട്ടോ.
യെസ്, അതായത് ബലം ഇൻറ്റു സ്ഥാനാന്തരം. അവിടെ പിന്നെ അത് പിന്നെ ഇതിനകത്ത് കണക്കൊക്കെ വരും. ബലം പ്രയോഗിച്ചത് ലംബമായിട്ടാണ്, വസ്തുവിന് സ്ഥാനാന്തരം ഉണ്ടാവണമെങ്കിൽ കോണ് 90 ഡിഗ്രിയാണ്. കോസ് 90 ഈസ് ഈക്വൽ ടു 0 എന്നുള്ള മാത്തമാറ്റിക്സ് ആണ് അവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. നിങ്ങൾ കാണുന്നില്ല അല്ലെ? കോസ് 90 ഈസ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന മാത്തമാറ്റിക്സ് ഉപയോഗിച്ചാണ്. അതായത് നമ്മളെ ഒരു ബലത്തിന് 90 ഡിഗ്രിയിലാണ് അതിനെ ഓപ്പോസിറ്റ് ചെയ്യുന്ന പ്രവൃത്തി ചെയ്യുന്നതെങ്കിൽ അവിടെ ടോട്ടൽ പ്രവൃത്തി ഈസ് ഈക്വൽ ടു എന്താണ്? ബലം ചെയ്യുന്നത് നമ്മുടെ 90 ഡിഗ്രി ആയിട്ടാണെങ്കിൽ അവിടെ പ്രവൃത്തി എത്രയായിട്ട് വരും? 0 ആയിട്ട് വരും എന്നുള്ള കാര്യം അവിടെ മനസ്സിലാക്കി വെക്കാം കേട്ടോ. യെസ്, അപ്പൊ എന്ത് സാധനം തോളിൽ തൂക്കിയിട്ടിട്ടും ഗുരുത്വാകർഷണത്തിനെതിരായിട്ട് ചെയ്യുമ്പോൾ സമാന്തരമായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ അവിടെ 90 ഡിഗ്രി വരും, പ്രവൃത്തി 0 ആയിട്ട് വരും കേട്ടോ. അപ്പൊ അത് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, യെസ്. ഇനി താഴെ കൊടുത്തിരിക്കുന്നവയിൽ നെഗറ്റീവ് പ്രവൃത്തി തിരഞ്ഞെടുക്കുക. ഇതിൽ ഏതാണ് നെഗറ്റീവ് പ്രവൃത്തി? നെഗറ്റീവ് ആയിട്ടുള്ള പ്രവൃത്തി, അതായത് ബലം ചെയ്യുന്ന ദിശയിലല്ല പ്രവൃത്തി നടക്കുന്നതെങ്കിൽ അതാണ് നെഗറ്റീവ് പ്രവൃത്തി. ഇതിൽ ഏതാണ് നെഗറ്റീവ് ആയിട്ടുള്ള പ്രവൃത്തി എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. യെസ്, ഒരാൾ കിണറ്റിൽ നിന്നും കയർ ഉപയോഗിച്ച് ബക്കറ്റ് വെള്ളം മുകളിലേക്ക് വലിച്ചെടുക്കുന്നു. കപ്പില്ല കേട്ടോ. ഓക്കെ, കിണറ്റില് എന്താണ് തൊട്ടിയിട്ടിട്ട് ഇങ്ങനെ വലിച്ചെടുക്കുന്നു. അയാൾ പ്രയോഗിക്കുന്ന ബലവും അതുപോലെ തന്നെ അവിടെ സംഭവിക്കുന്ന പിന്നെ സ്ഥാനമാറ്റവും ഒരേ ദിശയിലല്ലേ? അയാൾ ഇങ്ങോട്ട് വലിക്കുമ്പോൾ അത് ഇങ്ങോട്ട് വരുന്നു എന്നുള്ളത് എന്ത് ചെയ്യാണ്? ഒരേ ദിശയിലാണ്. ഓക്കെ, യെസ്. അപ്പൊ അവിടെ നെഗറ്റീവ് പ്രവൃത്തിയാണോ? അത് അല്ല. പറഞ്ഞു മനസ്സിലായോ? അതായത് കപ്പിയില്ല, ഡയറക്റ്റ് ആയിട്ട് കിണറ്റിലേക്ക് കയറിട്ടിട്ട് എന്ത് ചെയ്യാണ്? തൊട്ടിയിൽ വെള്ളം കോരുകയാണ്. ഇങ്ങനെ വലിക്കുമ്പോ അതേ ദിശയിൽ തന്നെയാണ് വരുന്നത്, ഒരേ ദിശയിലാണ്. അപ്പൊ നെഗറ്റീവ് അല്ല, പോസിറ്റീവ് ആണ് അവിടെ. ചെരിവ് തലത്തിലൂടെ ഒരു വസ്തു താഴേക്ക് നിരങ്ങുമ്പോൾ ഘർഷണ ബലം ചെയ്യുന്ന പ്രവൃത്തി അത് ഓപ്പോസിറ്റ് ആണ്, നെഗറ്റീവ് ആണ്. ഓക്കെ, അത് നെഗറ്റീവ് ആണ്. നിരപ്പായ പ്രതലത്തിലൂടെ ചലിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുവിൽ ചലന ദിശയിൽ പ്രയോഗിക്കുന്ന ബലം ചെയ്യുന്ന പ്രവൃത്തി. ചലന ദിശയിൽ പ്രയോഗിക്കുന്ന ബലം എന്താണ്? ചലന ദിശയിൽ പ്രവർത്തിക്കുന്നത്, അത് അതേ ദിശയിലാണ് പോകുന്നത്, അതേ ദിശയിലാണ് പ്രവർത്തിക്കുന്നത്, അത് പോസിറ്റീവ് ആണ് അല്ലെ? യെസ്, ഓക്കെ, യെസ്, അത് പോസിറ്റീവ് ആണ്. അപ്പൊ ഇത് നെഗറ്റീവ് അല്ല. ഒരാൾ കിണറ്റിൽ നിന്നും കയർ ഉപയോഗിച്ച് പിന്നെ എന്താണ് ബക്കറ്റ് വെള്ളം, അതായത് കയർ ഉപയോഗിച്ച് അയാൾ താഴേക്കാണ് വലിക്കുന്നത്, പക്ഷേ പിന്നെ വെള്ളം വരുന്നത് മുകളിലേക്കാണ്. അപ്പൊ ഓപ്പോസിറ്റ് ആണ്, അവിടെ നെഗറ്റീവ് ആണ്. ഓക്കെ, യെസ്. അപ്പൊ 2ഉം 4ഉം നെഗറ്റീവ് ആണ്. ഓപ്ഷൻ സി ആണ് ആൻസർ. ഓക്കെ, 2ഉം 4ഉം നെഗറ്റീവ് ആണ്. ഓപ്ഷൻ സി ആണ് ആൻസർ. ഓക്കെ, സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ? ഫൈൻ അല്ലേ? യെസ്. അപ്പൊ ഇത്രയും ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിലെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്.